ഗോപിനാഥ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനായേക്കും. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനും ഗോപിനാഥും പാലക്കാട് വെച്ച് കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് നീക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം CPM-മായി ഇടഞ്ഞു നിൽക്കുകയാണ് AV ഗോപിനാഥ്. പദവി നൽകിയാൽ സ്വീകരിക്കുമെന്ന് AV ഗോപിനാഥ് പറഞ്ഞു. സ്വാഭാവികമായും അത്തരം ഒരു സാഹചര്യം വന്നാൽ അത് വരണമെങ്കിൽ മുഖ്യമന്ത്രി വിചാരിക്കണമല്ലോ, വേറെ ആരും വിചാരിച്ചാൽ നടക്കില്ലോ. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് ആ ചർച്ചയിൽ AV ഗോപിനാഥന്റെ പേരിട്ട് അത് യാഥാർത്ഥ്യമായി വന്നാൽ ഞാൻ സ്വീകരിക്കും. ഞാനൊരു വലിയ ഗുരുവായൂരപ്പ ഭക്തനാണ്. കിട്ടിയാൽ ഞാൻ സ്വീകരിക്കും, തന്നാൽ ഞാൻ പോകും, ചാർജ് എടുക്കും. എന്റെ പ്രവർത്തനവുമായി ഞാൻ മുന്നോട്ട് പോകും. കഴിഞ്ഞ ദിവസം പാലക്കാട് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിനെത്തിയപ്പോഴാണ് മുഖ്യമന്ത്രിയുമായി AV ഗോപിനാഥ് കൂടിക്കാഴ്ച നടത്തിയത്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തുവെന്നാണ് വിവരം. പദവി നൽകിയാൽ സ്വീകരിക്കുമെന്ന് AV ഗോപിനാഥ് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM തന്നെ കാലുവാരി തോൽപ്പിച്ചുവെന്ന് ഗോപിനാഥ് ആരോപിച്ചിരുന്നു. പിന്നാലെ ഇവർക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. 2009 മുതൽ കോൺഗ്രസ് നേതൃത്വവുമായി അകലം പാലിച്ച AV ഗോപിനാഥ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെയാണ് പാർട്ടി വിട്ടത്. 2023 നവകേരള സദസ്സിൽ പങ്കെടുത്തതോടെ കോൺഗ്രസ് പുറത്താക്കി. 25 വർഷക്കാലം പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച AV ഗോപിനാഥ് 1991 ആലത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ 338 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസ് വിട്ടതിന് പിന്നാലെ സ്വതന്ത്ര ജനാധിപത്യ മുന്നണി രൂപവൽക്കരിച്ച ഗോപിനാഥ് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-മായി സഹകരിച്ച് പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിൽ മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. 9ാം വാർഡായ ബെമ്മണ്ണൂരിൽ മത്സരിച്ച ഗോപിനാഥ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രതീഷിനോട് 134 വോട്ടിന് തോറ്റു. ആകെയുള്ള 18 വാർഡുകളിൽ CPM-IDF സഖ്യം 8ഇടത്തും കോൺഗ്രസ് 7ഇടത്തും BJP 2ഇടത്തും ജയിച്ചു. ഒരു സീറ്റിൽ ജയിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു.